ഗായ്സ്, എല്ലാവർക്കും ദീപീസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നേന്ത്രപ്പഴവും ഈത്തപ്പഴവും കൊണ്ട് ഒരു പാൻ കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 4 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നേന്ത്രപ്പഴവും, പിന്നെ 2 മുട്ടയാണ് കേട്ടോ. 2 മുട്ടയും പഞ്ചസാര ആവശ്യത്തിന് അതൊന്ന് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളതൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം പിന്നെ ഈത്തപ്പഴം ആ ജാറിൽ തന്നെ നമ്മൾ ഈത്തപ്പഴം പിന്നെ പഴവും കൂടി ചെറിയ ചെറിയ കഷ്ണാക്കി ഇട്ടതും പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലോണം അടിച്ചെടുത്തതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുത്തു നല്ലോണം മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. അതിന് ശേഷം ഞാൻ 1 ടീസ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും തേനിന്. അങ്ങനെ ഞാൻ തേനും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാൻ ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ അടി വേഗം കരിഞ്ഞു പോകും. എന്താണെന്ന് വെച്ചാൽ പഴമായതുകൊണ്ട് വേഗം കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മളിതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. അപ്പം നമ്മൾ പാൻ കേക്ക് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ബായ്.